മോഹനൻ തമ്പി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മോനേട്ട എന്ന നിലവിളിയോടെ മല്ലിക അയാളുടെ ഫോണും കയ്യിൽ പിടിച്ച് ഓടി വരുന്നത്. ഒരു കാൽ കുളിമുറിയിലേക്ക് വച്ച നിലയിൽ തന്നെ അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. മോനേട്ട, സുമയെ വിളിക്കുന്നത്, അവളോടൊന്ന് സംസാരിക്കുക. മല്ലിക ഫോൺ ഭർത്താവിന്റെ നേർക്ക് നീട്ടി. എന്താ കാര്യമെന്ന് ചോദിച്ചില്ലേ നീ? അവൾ ഇന്നലെയല്ലേ ഇവിടെ നിന്നും പോയത്? അവിടെ ചെന്നപ്പോ വിജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അതൊന്നുമല്ല, മോനേട്ടൻ ഫോണിൽ സുമയോട് സംസാരിക്കുക. മല്ലിക ധൃതി കൂട്ടി. ഭാര്യയെ ഒന്ന് നോക്കിയ ശേഷം മോഹനൻ തമ്പി ഫോൺ വാങ്ങി കാതോട് ചേർത്തു. മറുവശത്തു നിന്നുള്ള സംസാരം കേട്ട് അയാൾ ഞെട്ടിപ്പോയി. എപ്പോൾ സംഭവിച്ചു സുമയത്? എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ കണ്ടത്? പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ നോക്ക്. സന്ദീപില്ലേ അവിടെ? കാരിത്താസിലേക്ക് പോന്നേക്ക്. നിങ്ങൾ അവിടെ വരുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. പെട്ടെന്ന് വേണം, സമയം കളയല്ലേ. ആംബുലൻസ് വേണ്ടി വരുമോ സുമേ? എങ്കിൽ വെയിറ്റ് ചെയ്യൂ, 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് എത്തും. മോഹനൻ തമ്പി കോൾ കട്ട് ചെയ്ത ശേഷം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് വിജയകൃഷ്ണന്റെ വീട്ടിലേക്ക് ആംബുലൻസ് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അയാൾ കുളിക്കാൻ നിൽക്കാതെ ഡ്രസ് മാറി കോട്ടയത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങി. അവളിവിടെ ഇല്ലേ പ്രവീണ? അവളെ കൂടെ കൊണ്ടുപോയിക്കോ മോനേട്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇനി അവളെ വിളിക്കാൻ ഇങ്ങോട്ട് ഓടി വരണ്ടല്ലോ. അവളെ കൊണ്ട് അവിടെ എന്താവശ്യം ഉണ്ടാകാനാ? അവൾ ഇവിടെ നിൽക്കട്ടെ. നീ പതിയെ അറിയിച്ചാൽ മതി അവളോട് കാര്യം. അവൾ വരികയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ. മോഹനൻ തമ്പി കാറിന്റെ ചാവി എടുത്തുകൊണ്ട് കാർ ഷെഡിലേക്ക് നടന്നു. ഗേറ്റിന് വെളിയിൽ ആംബുലൻസിന്റെ ശബ്ദം കേട്ടപ്പോ അച്യുതൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്ന ശേഷം ധൃതിയിൽ അകത്തേക്ക് ചെന്നു. സന്ദീപും അച്യുതനും ചേർന്ന് വിജയകൃഷ്ണനെ നിലത്തുനിന്ന് കൈകളിൽ കോരി ഉയർത്താൻ നോക്കുമ്പോൾ അയാളുടെ സ്വാധീനമുള്ള വലത് കൈ വളഞ്ഞു പോകുന്നത് കണ്ടപ്പോ നവമി ഓടിച്ചെന്നു. അയ്യോ, അച്ഛന്റെ കൈ. അവൾ വന്ന് അയാളുടെ കൈ പിടിച്ച് നേരെ വയ്ക്കാൻ തുടങ്ങുമ്പോൾ സന്ദീപ് കാലുയർത്തി അവളെ തൊഴിച്ച് പിന്നിലേക്ക് തള്ളി. മാറി നിൽക്കടി, തൊട്ടു പോകരുത് നീ എന്റെ അച്ഛന്റെ ശരീരത്തിൽ. സന്ദീപ് ഏട്ടാ, എന്തായി കാണിക്കുന്നത്? നിങ്ങളെ സഹായിക്കാൻ വന്നതല്ലേ നവമി ചേച്ചി? ഭിത്തിയിൽ ചെന്ന് തട്ടുനിന്ന നവമിയെ താങ്ങി പിടിച്ചുകൊണ്ട് അനുറാണി സഹോദരനെ ദേഷ്യത്തോടെ നോക്കി. ആർക്ക് വേണമടി ഇവളുടെ സഹായം? ഇവള്, ഈ നെറുകെട്ട കൊടിച്ചിപ്പട്ടി സഹായിച്ച അച്ഛൻ ഈ നിലയിലെത്തിയത്. അവളെ ഞാൻ ഒറ്റ തൊഴിക്ക് തീർത്ത് കളയുണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോടി എന്റെ മുമ്പിൽ നിന്ന്. പിശാചിനെ എന്റെ കൺമുമ്പിൽ കണ്ടേക്കരുത്. സന്ദീപ് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. നവമിയെ നോക്കുന്ന അച്ഛന്റെ കണ്ണ് തുളുമ്പി ഒഴുകുന്നത് കണ്ട് അനുറാണി അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അച്യുത, ആ ആംബുലൻസിന്റെ ഡ്രൈവറോട് വരാൻ പറയും. നമ്മൾ 2 പേർ വിചാരിച്ച അച്ഛൻ വെളിയിലെത്തില്ല. അച്ഛനെ അവിടെ തന്നെ കിടത്ത്. അവർ അയാളെ നിലത്തേക്ക് തിരികെ കിടത്തിയ ശേഷം അച്യുതൻ പുറത്തേക്ക് പോയി. അനുറാണി വന്ന് അച്ഛന്റെ അരികിൽ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അവൾ അച്ഛന്റെ നനഞ്ഞ കവിളുകൾ തുടച്ചു കൊടുത്ത ശേഷം അയാളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഒന്നുമില്ല എന്റെ അച്ഛന്, സങ്കടപ്പെടല്ലേ അച്ഛ, എല്ലാം ശരിയാവും. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എന്റെ അച്ഛൻ ഈ വീട്ടിലേക്ക് തിരികെ വരും. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നില്ലേ അച്ഛന് വേണ്ടി? തൊണ്ട ഇടറിക്കൊണ്ട് ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞു. നവമി നടന്ന് വിജയകൃഷ്ണന്റെ അരികിലേക്ക് വരാൻ നേരം സന്ദീപ് അവളെ കൈനീട്ടി തടഞ്ഞു. എങ്ങോട്ട് പോവാൻ ഇനി ഒലിപ്പിച്ചും കൊണ്ട്? ഇനി എന്റെ അച്ഛന്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോയേക്കരുത്. ഈ വീട്ടിൽ നിന്ന് തന്നെ നീ ഇറങ്ങിപ്പോയിക്കോളണം, അല്ലെങ്കിൽ നിന്റെ മുടിക്കുത്തിനെ പിടിച്ച് ഗേറ്റിന് വെളിയിൽ കൊണ്ടുപോയി തള്ളും ഞാൻ. അവൻ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി. നാണമില്ലല്ലോ സന്ദീപേട്ടന് ഒരു പെണ്ണിനോട് കയ്യൂക്ക് കാണിക്കാൻ? തിണ്ണമെടുക്ക് കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് 2 ദിവസം മുമ്പ് കാണിക്കണമായിരുന്നു. അന്ന് അതിനുള്ള ധൈര്യമില്ലായിരുന്നല്ലോ സന്ദീപേട്ടന്. അനുറാണി സഹോദരനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നവമിയെ ചേർത്ത് പിടിച്ച് ഒരു വശത്തേക്ക് മാറി നിന്നു. ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചർ എടുത്തുകൊണ്ടുവന്ന് വിജയകൃഷ്ണനെ അതിൽ കിടത്തി ചുമന്നാണ് അവർ വാഹനത്തിൽ കയറ്റിയത്. ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്യും മുമ്പേ സുമംഗല കാറിന്റെ ചാവിയും എടുത്തുകൊണ്ട് അവർക്കൊപ്പം വന്നു. മോനെ, നീ ആംബുലൻസിൽ കയറിക്കോ, ഞാൻ തൊട്ട് പിന്നാലെ കാറിലുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും മോനേട്ടനും വരും. അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം സുമംഗല കാറിനരികിലേക്ക് ചെന്നു. ആംബുലൻസ് ഗേറ്റിന് വെളിയിൽ MC റോഡിൽ ഇറങ്ങിയ ശേഷം ഏറ്റുമാനൂർ ഭാഗത്തേക്ക് ഓടിപ്പോയി. സുമംഗല കാറിന്റെ ഡോർ തുറന്നതും നവമി ഓടി അവർക്കരികിലേക്ക് ചെന്നു. അമ്മേ, ഞാനും കൂടി പോന്നോട്ടെ? അച്ഛന്റെ അരികിൽ ഞാൻ നിന്നോളാം അമ്മേ. അവൾ അവരെ നോക്കി കൈയെടുത്ത് തൊഴുതു. സുമംഗല ഡോറിൽ പിടിച്ചുകൊണ്ട് തന്നെ തല തിരിച്ച് നവമിയെ നോക്കി. അവരുടെ കണ്ണിൽ നിന്നും തീ പറക്കുന്നുണ്ടായിരുന്നു. നിന്റെ എല്ലാ സഹായവും ഇന്നത്തോടെ തീർന്നടി. നിനക്ക് തൃപ്തിയായി കാണുമല്ലോ ഒരു കുടുംബം നാമാവശേഷമായി തുടങ്ങിയപ്പോ. അവൾക്ക് അച്ഛന്റെ അരികിലിരുന്ന് അച്ഛനെ സേവിക്കണം പോലും. സേവിച്ച് നീ ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തല്ലോടി കുട്ടി പിശാചേ. മാറി നിൽക്കുക എന്റെ വണ്ടിയുടെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. സുമംഗല വിരൽ ചൂണ്ടി ചീറി. നവമിയുടെയോ സ്വന്തം മകളുടെയോ പോലും കണ്ണീരിനും അവരുടെ മനസ്സിലാക്കാനായില്ല.
ആംബുലൻസ് പോയ ദിശയിലേക്ക് തന്നെ സുമംഗലയും കാർ വിട്ടു. സുമംഗല ചെല്ലുമ്പോഴേക്കും വിജയകൃഷ്ണനെ എമർജൻസി വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. സന്ദീപ് വന്ന് അമ്മയുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ മോഹനൻ തമ്പിയും അവിടേക്ക് വന്നു. ഇവിടെ തന്നെ മതിയോ മോനേട്ടാ, അതോ നമുക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകണോ? ലോക്ഷറിലോ ലിസിയിലോ ആണെങ്കിൽ കുറെ കൂടി നല്ല ചികിത്സ കിട്ടില്ലേ? സുമംഗല സഹോദരനോട് തിരക്കി. നോക്കാം, ആദ്യം ഇവർ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്ത് വേണമെന്ന്. നമ്മൾ വെറുതെ സമയം കളയരുതല്ലോ എന്ന് കരുതി പറഞ്ഞതാ ഞാൻ. നിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ ആവശ്യത്തിന്, അല്ലേ? ഇപ്പോ വരും ഓരോ ടെസ്റ്റുകൾക്കുള്ള കുറിപ്പടി. ബാങ്കിൽ കുറച്ച് കിടപ്പുണ്ട് മോനേട്ടാ, പിന്നെ ആവശ്യം വന്നാ എടുക്കാൻ കുറച്ച് സ്വർണവുമുണ്ട്. നമ്മൾ പിടിക്കുന്നിടത്തൊന്നും നിന്നെന്ന് വരില്ല സുമേ. വിജയന്റെ അക്കൗണ്ടിലും കാണുമല്ലോ കാശ്. വിജയന്റെ അക്കൗണ്ടിൽ ഇരിക്കുന്നു. കിട്ടുന്ന കാശെല്ലാം വിജയേട്ടൻ കൊണ്ടുപോയി ഓരോ അനാഥാലയങ്ങൾക്കും വീതിച്ചു കൊടുക്കുമല്ലായിരുന്നോ? അതിനി ഞാനും വിജയേട്ടനുമായി യുദ്ധം നടക്കാൻ വേറെയില്ല. ആര് പറഞ്ഞാൽ കേൾക്കാനാ വിജയേട്ടൻ? ബാക്കി എന്തോ ഇത്തിരി ബാങ്കിൽ കിടന്നെടുത്ത ദത്തപുത്രിയെ സ്വർണത്തിൽ കുളിപ്പിച്ചത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനായിരുന്നു വിജയൻ. സ്വന്തം ആവശ്യത്തിന് പോലും ഒന്നും നീക്കി വെച്ചിട്ടില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആരനുഭവിക്കാനാ മോനേട്ടാ? അനുഭവിക്കാൻ പോകുന്നത് മുഴുവൻ ഞാനായിരിക്കും, അല്ലാതെന്താ? സുമംഗല ഒരു ദീർഘനിശ്വാസം വിട്ടു. ആ സംസാരം അവിടെ നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് മോഹനൻ തമ്പി പിന്നെ അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം സംസാരിച്ചില്ല. അല്പസമയത്തിനകം തൊടുപുഴ നിന്നും പ്രദീപനും ഭാര്യ വിജയശ്രീയും കാറിൽ അവിടേക്ക് എത്തിച്ചേർന്നു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ മോഹനൻ തമ്പി അനുജനെ വിളിച്ച് വിവരം പറഞ്ഞ ശേഷം പെട്ടെന്ന് ഇവിടേക്ക് പോരാൻ നിർദ്ദേശിക്കുകയുണ്ടായി. വിജയശ്രീയുടെ സഹോദരന്റെ ഭാര്യ അവിടെ ഗൈനക് വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ്. വിജയശ്രീ അവരെയും കൂട്ടി ഡോക്ടർ രേവതിയെ കണ്ട് വിവരങ്ങൾ അറിയിച്ചു. താൻ അന്വേഷിച്ച ശേഷം ഇപ്പോൾ തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് രേവതി ഡോക്ടർ അവരെ മടക്കി അയച്ചു. അവർ തിരികെ സുമംഗലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പിടി ബില്ലുകളുമായി സന്ദീപ് അമ്മയ്ക്ക് മുമ്പിൽ നിൽപ്പുണ്ട്. മോഹനൻ തമ്പി ബില്ലുകൾ വാങ്ങി നോക്കി. MRI സ്കാനിംഗ് ഉൾപ്പെടെ 5-6 ടെസ്റ്റുകൾക്കുള്ള ബില്ലുകളാണ്. കൂടെ അഡ്വാൻസായി അടയ്ക്കേണ്ട തുകയുടെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് 50,000-ൽ പരം രൂപ വരും. അതാതിന്റെ കൗണ്ടറിൽ പണം അടച്ച ശേഷം മാത്രമേ ചികിത്സ തുടങ്ങുകയുള്ളൂ. പൈസ അടയ്ക്കാൻ വരട്ടെ, മോഹനൻ തമ്പി പറഞ്ഞു. രേവതി ഡോക്ടർ ഇപ്പൊ വരും. ഇവിടത്തെ ചികിത്സയിൽ നിൽക്കുമെങ്കിൽ മതിയല്ലോ അഡ്വാൻസ് ഒക്കെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റൽ പിടിക്കാം. അതാണ് ശരിയെന്ന് മറ്റുള്ളവർക്കും തോന്നി. അവർ സംസാരിച്ചു നിൽക്കെ തന്നെ സ്റ്റെത്തും കയ്യിൽ പിടിച്ച് ഡോക്ടർ രേവതി അവരുടെ അടുത്തേക്ക് വന്നു. അവർ സുമംഗലയെ നോക്കി സൗഹൃദപൂർവ്വം ചിരിച്ചു. നിങ്ങൾ പറയുന്നത് കേട്ടപ്പോ ശരിക്കും ഞാനും അല്പം പേടിച്ചു പോയെന്ന് കൂട്ടിക്കോ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാലോ, സ്ട്രോക്ക് വന്നാലുള്ള അവസ്ഥ. പതിയെ റിക്കവർ ചെയ്തു വരും. അക്കാര്യത്തിൽ സന്ദേഹം വേണ്ട. അല്പം താമസിക്കുമെന്ന് മാത്രം. അല്പം എന്ന് വെച്ചാൽ 1 മാസത്തോളം സമയമെങ്കിലും വേണ്ടിവരും. എന്ന് വെച്ചാൽ 1 മാസം ഇവിടെ കിടക്കണമെന്നല്ല പറയുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ വീട്ടിൽ പോകാൻ പറ്റിയേക്കും. തുടർ ചികിത്സ വീട്ടിൽ ചെയ്താൽ മതി. എന്തായാലും 2 മാസത്തിനുള്ളിൽ വക്കീൽ എഴുന്നേറ്റ് നടന്നു തുടങ്ങും. അത് ഷുവർ, പോരെ? രേവതി എല്ലാവരോടുമായി കാര്യം വിശദമാക്കി കൊടുത്തു. സുമംഗലയ്ക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അപ്പോ നമ്മൾ ചികിത്സ തുടങ്ങുമല്ലേ? രേവതി എല്ലാവരെയും മാറി മാറി നോക്കി. ഇത്രയൊക്കെ ഉറപ്പ് ഡോക്ടറിൽ നിന്ന് കിട്ടുമ്പോ പിന്നെന്താ ആലോചിക്കാൻ ചെയ്യുന്നു, അല്ലേ സുമേ? ഞങ്ങൾ ബില്ലടച്ചോളാം. മോഹനൻ തമ്പി സഹോദരിയെ നോക്കിയ ശേഷം അവരുടെ കയ്യിലിരുന്ന മൊബൈൽ വാങ്ങി സന്ദീപിനെ ഏൽപ്പിച്ചു. എന്താന്ന് വെച്ചാൽ അടച്ചേക്ക് മോനെ, ഒട്ടും സമയം കളയണ്ട. സന്ദീപ് ബില്ലുകൾ അടച്ചുകൊണ്ട് നിൽക്കെ പ്രവീണ അവന്റെ അരികിലേക്ക് ഓടി വന്നു. സന്ദീപ് ഏട്ടാ, എവിടാ നമ്മുടെ അച്ഛൻ? അവർക്ക് പിന്നാലെ പ്രാഞ്ചി ശ്രീകുമാരി അമ്മയും വരുന്നുണ്ടായിരുന്നു. സന്ദീപ് 2 പേരോടും വിവരങ്ങൾ പറഞ്ഞ ശേഷം അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയെ കണ്ടതോടെ സുമംഗലയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീകുമാരി അമ്മ മകളെ ചേർത്ത് പിടിച്ച് തഴുകി ആശ്വസിപ്പിച്ചു. താൻ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാലൊന്നും മകളുടെ ദുഃഖം ശമിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. മോഹനൻ തമ്പിക്കും പ്രദീപനും മടങ്ങിപ്പോകേണ്ട സമയമായി. അതിനു മുമ്പ് അവർ പോയി വിജയകൃഷ്ണനെ കണ്ട ശേഷം അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർ പീതാംബരനെ കാണാൻ ചെന്നു. ഒബ്സർവേഷനിലാ ചികിത്സ നടക്കുന്നത്. മുടിഞ്ഞ കാശാവും മോനേട്ടാ. സുമേച്ചിയുടെ കയ്യിൽ കാശ് കാണുമല്ലോ അല്ലേ? ഡോക്ടറുടെ റൂമിലേക്ക് നടക്കുമ്പോൾ പ്രദീപൻ ചേട്ടനോട് ചോദിച്ചു. ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം കാണാതിരിക്കുമോ? അത്യാവശ്യം വല്ലതും വേണ്ടി വന്നാൽ നമുക്ക് കൊടുക്കാം. നമുക്കോ? കാശിന്റെ കാര്യമൊന്നും ഇപ്പൊ എന്നോട് സംസാരിച്ചില്ലേ മോനേട്ടാ? ദേ ഈ കൈ പോലെ എന്റെ ബാങ്ക് അക്കൗണ്ട് ശൂന്യം. 0 ബാലൻസ് ഒന്നും വേണമെങ്കിൽ പറയാം. അല്ലാതെ വേറെന്തെങ്കിലും സഹായം എന്നോട് ചോദിച്ചോ, ഞാൻ റെഡി. അയാൾ വലത് കൈപ്പത്തി വിടർത്തി കാട്ടി. അവർ ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്ന് അദ്ദേഹവുമായി വിജയകൃഷ്ണന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വിശദമായി ചോദിച്ചു മനസ്സിലാക്കി.
ഓട്ടോ MC റോഡിന്റെ ഓരത്തു നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് പാർക്കിംഗ് ഏരിയയിൽ നിന്നപ്പോ ഓട്ടോയിൽ ഇരുന്ന് തന്നെ നവമി പുറത്തേക്ക് നോക്കി. അടുത്തടുത്തായി നിൽക്കുന്ന രണ്ട് പടുകൂറ്റൻ ബഹുനില മന്ദിരങ്ങൾ, ഏതോ രോഗിയെയും വഹിച്ചുകൊണ്ട് ഓടി വന്നു നിൽക്കുന്ന ആംബുലൻസിന്റെ മണിയടി, OP-യിലേക്ക് വരുന്നവരുടെയും തിരികെ പോകുന്നവരുടെയും തിരക്കുകൾ. അനുറാണി ഓട്ടോ കൂലി കൊടുത്ത ശേഷം നവമിയെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ അന്വേഷണ കൗണ്ടറിൽ ചെന്ന് അവിടെ ഇരുന്ന സുന്ദരികളായ പെൺകുട്ടികളോട് വിജയകൃഷ്ണനെ കുറിച്ച് തിരക്കി. പ്രദീപനും മോഹനൻ തമ്പിയും മടങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. 4-ാം നിലയിലെ 210 നമ്പർ റൂമാണ് അവർക്ക് കിട്ടിയത്. AC പിടിപ്പിച്ച ആ റൂമിൽ ചെറിയൊരു കുടുംബത്തിന് സുഖമായി താമസിക്കാനുള്ള സർവ്വ സൗകര്യവുമുണ്ട്. സന്ദീപാണ് റൂം എടുത്തത്. ദിവസം 3000-ഓളം രൂപ അടുപ്പിച്ചാണ് അതിന്റെ റെന്റ് എന്ന് കേട്ടതോടെ സുമകല അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സന്ദീപ് സമ്മതിച്ചില്ല. ഈ കൊടുംചൂടത്ത് ഇവിടെ കിടന്ന് വേവാൻ എന്നെ കിട്ടില്ല. ഫാനുള്ള റൂമാണെങ്കിൽ അതിലും ചൂടായിരിക്കും. ഞാൻ വേണ്ട അച്ഛന്റെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ. അതല്ല അമ്മ ഏതെങ്കിലും മെയിൽ നേഴ്സിനെ നിർത്താനാണ് പ്ലാനെങ്കിൽ ഞാൻ ചെന്ന് പറഞ്ഞേക്കാം സാധാ റൂം മതിയെന്ന്. എന്താ അത് മതിയോ? സന്ദീപിന്റെ ആ ചോദ്യം കേട്ടതോടെ സുമംഗല പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനേ പോയില്ല. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ വിളിക്കണേ സുമേ. വൈകിട്ട് കൂപ്പിൽ നിന്ന് വരുമ്പോ ഞാനിങ്ങോട്ട് വരാം. മോഹനൻ തമ്പി യാത്ര പറഞ്ഞു. ഞാനിത്തിരി ദൂരെയാണെന്നോർത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ മടിക്കാതെ വിളിച്ചു പറയണേ ചേച്ചി. തൊടുപുഴയും കോട്ടയവും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ. തൽക്കാലം ഇവരെല്ലാം ഇല്ലേ ഇവിടെ? പ്രദീപനും സഹോദരിയോട് യാത്ര പറഞ്ഞു. നിങ്ങൾ രണ്ടും പോകുന്നതിന് മുമ്പ് ഇവരുടെ ആഹാരകാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് പോ മക്കളെ. സുമ ഇവിടെ നിൽക്കുവായതുകൊണ്ട് അവൾക്ക് വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. സന്ദീപം കാണില്ലേ അവൾക്ക് കൂട്ടായി ഇവിടെ. 2 ദിവസം ഞാനും ഇവിടെ നിൽക്കാനാ തീരുമാനം. ശ്രീകുമാരിയമ്മ ആൺമക്കളെ നോക്കി പറഞ്ഞു. ആഹാരം സുമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ലേ? അവിടെ ജഗതമ്മയ്ക്ക് പിന്നെന്താ പണി? പ്രദീപൻ ചോദിച്ചു. അവൾ അവളുടെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി വീട്ടിൽ പോയില്ലേ? അവളിനി എന്ന് തിരിച്ചു വരാനാണ് മക്കളെ? അതുവരെ ഇവിടെ സുമയും മക്കളും വിശന്നിരിക്കണോ? ക്യാൻറ്റീൻ ഉണ്ടമ്മേ താഴെ. നല്ല 1-ാം ഫുഡ് അവിടെ കിട്ടുന്നത്. 1-2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനിടയിൽ വീട്ടിലേക്ക് പോകാമല്ലോ. മോഹനൻ തമ്പി സന്ദീപിനോട് ക്യാൻറ്റീൻ എവിടെയാണെന്ന് വിവരിച്ചു കൊടുത്തു. നീ സുമയും കൂട്ടി വീട്ടിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോരെ മോനെ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സും എടുത്തോണം. അയാൾ സന്ദീപിനോട് പറഞ്ഞ ശേഷം തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് ആരോ വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ടു. അതിനുള്ളിൽ അടുത്ത ബില്ലും എത്തിയോ? റൂം വാടക മുൻകൂർ അടയ്ക്കാനുള്ള ബില്ല് കൊണ്ടുവന്നതാവും. ചെന്ന് നോക്കുമോളെ. മോഹനൻ തമ്പി തന്നെത്താൻ പറഞ്ഞുകൊണ്ട് പ്രവീണയെ നോക്കി. പ്രവീണ അമ്മയുടെ അടുത്തു നിന്ന് എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. വെളിയിൽ അനുറാണി നിൽക്കുന്നതാണ് അവൾ ആദ്യം കണ്ടത്. നീയായിരുന്നോ? നീ ഇതെങ്ങനെ തപ്പിപ്പിടിച്ചു വന്നതിന് മോളെ? പ്രവീണ അനിയത്തിയുടെ കയ്യിൽ പിടിക്കാനായി കൈ നീട്ടിയതും അനുറാണിക്ക് പിന്നിൽ നവമി നിൽക്കുന്നത് കണ്ട് അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. പ്രവീണ പിന്തിരിഞ്ഞു നിന്നിട്ട് കാൽ കൊണ്ട് തൊഴിച്ച് വാതിലടച്ചു.